റസൂലുള്ളാഹിന്റെ റഹ്മത്ത് ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അനുധാവനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രവാചക സ്നേഹി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായി തന്നെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹി ഒരിക്കലും കളവ് പറയില്ല, ജനങ്ങളെ കബളിപ്പിക്കില്ല, വഞ്ചിക്കില്ല. എന്നാൽ AP സമസ്തയുടെ ഒരു മുസ്ലിയാരുണ്ട്, കള്ളത്തരം പറയാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ വായ തുറന്നാൽ ആരുടെ പേരിലും എന്ത് കളവും പറയും. അതിനൊന്നും യാതൊരു മടിയും അദ്ദേഹത്തിനില്ല. അത് മുന്നിലിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളായാലും അദ്ദേഹം യാതൊരു കൂസലുമില്ലാതെ പച്ച നുണ വെച്ചങ്ങ് കാച്ചും. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ സമസ്തക്കാർ മാദിഹുർ റസൂൽ, ഷെയ്ഖുന പകര അഹ്സനി ഉസ്താദ് എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. വലിയ പ്രവാചക സ്നേഹിയാണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ നിരവധി കളവുകളുണ്ട്. അതിൽപ്പെട്ട ചില കളവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിന്റെ ആദ്യാവസാനം വരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്താണോ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. സഹോദരങ്ങളെ, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. അത് മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുള്ളതാണ്. ആരെങ്കിലും എന്റെ മേൽ ബോധപൂർവം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ തന്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന്. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ എന്ന് കൃത്യമായി മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുള്ള, അത്തരം ഹദീസുകൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഇത്തരം കളവുകൾ പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അവർക്ക് എത്രമാത്രം പ്രവാചകനോട് സ്നേഹമുണ്ട്, എത്രമാത്രം പരലോക വിശ്വാസമുണ്ട് എന്നൊക്കെ നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, നമുക്ക് പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേരളത്തിൽ പല മജ്ലിസുകളിലേക്കും വരാറുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയുടെ 4ഓളം ആളുകൾ പ്രവാചകനെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെ 100 കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഈ പറയുന്ന പകര ബാപ്പൂട്ടി മുസ്ലിയാരോട്, പകര അഹ്സനിയോട് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് അവർ? സാധാരണക്കാരുണ്ട് അതിൽ, അതുപോലെ തന്നെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, മനസ്സിലായല്ലോ, നാടന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. നമുക്കതൊന്ന് കേൾക്കാം. എത്ര മജ്ലിസുകളിലാണ് മുത്ത് റസൂലുള്ളാഹി ഹാജറായത്? ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങളെ. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങളെ. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ രീതിയിൽ പച്ചണം നുണ റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന ഇയാളുടെ വർത്തമാനമൊക്കെ ഒരു ചെറിയ കാര്യമായി നമ്മൾ കാണരുത്. പ്രവാചക സ്നേഹികളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ പേരിലൊക്കെ ഇത്തരം കളവുകൾ പറയുന്ന ആളുകളെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണണം. തുടർന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ. എന്താണ്? എത്ര മജ്ലിസുകളിലാണ് മുത്ത് റസൂലുള്ളാഹി ഹാജറായത്? ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത്. തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് 100-ലേറെ ആളുകൾ, ചെറുതും വലുതുമായി, ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാര് കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു. ഇല്ലേ സഹോദരങ്ങളെ? എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? പ്രവാചകൻ, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറുപ്പക്കാരന് പെണ്ണെ ശരിയാക്കി കൊടുക്കുന്നു. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണൊന്നും ശരിയായില്ല. അങ്ങനെ പ്രവാചകനോട് പറയുകയാണ്. അപ്പോൾ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഒരു സ്ത്രീയുടെ പിക്ചർ കാണിച്ചു കൊടുക്കുന്നു. ആര് കാണിച്ചു കൊടുക്കുന്നു? മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കാണിച്ചു കൊടുക്കുന്നു? ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. വിഷയം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കൃത്യമായി നിങ്ങൾക്കറിയാമല്ലോ. ഫോട്ടോ ആണ് പറയുന്നത്. മഹാനായ നമ്മുടെ നേതാവാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പ്രവാചകൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന ആർക്ക്? ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്വപ്നകഥയിലെ ആ നായകന്.
എന്നിട്ട് അങ്ങനെ കല്യാണം ശരിയായി കൊടുക്കുന്നത്. ഒന്നൊന്നല്ല, ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഉണ്ട് എന്നാ പറയുന്നത്. ആ പുരോഹിതൻ തന്നെ പറയും, നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് രണ്ടാളുകളെ പരിചയമുണ്ട്. അതിൽ നാടന്മാരുണ്ട്, മൂല്യമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂലുമായി അല്ലാഹു നമുക്ക് ബന്ധം നൽകട്ടെ. ഇങ്ങനത്തെ ഒരു നേതാവിന് അല്ലാഹു ലോകത്തിന് കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടാൽ ഉടൻ ഉറക്കത്തിൽ വരില്ലേ, അല്ലെങ്കിൽ അതിൽ പരിഹാരം തരില്ലേ? എത്ര സംഭവങ്ങളാണ് കിതാബിൽ പറഞ്ഞത്, 100 കണക്കിനുണ്ട് അനുഭവങ്ങൾ. നിങ്ങൾ ആളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. അങ്ങനെ കാശിട്ടിയൊരാ കൂട്ടത്തിലുണ്ട്, പ്രയാസം തീർന്നവരാ കൂട്ടത്തിലുണ്ട്, രോഗം മാറിയൊരാ കൂട്ടത്തിലുണ്ട്, മന്ത്രിച്ചെടുത്തവരാ കൂട്ടത്തിലുണ്ട്, സ്വലാത്ത് കൊടുത്തവരാ കൂട്ടത്തിലുണ്ട്. എത്രയാണ് സമൂഹത്തിലുള്ളത്? ഈ അള്ളാഹ് പറയുന്നതിന് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ രീതിയിൽ ഇങ്ങനെ ഒരു ഇടർന്ന ശബ്ദത്തിലൊക്കെ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതൊക്കെ ഈ കൗമ് വിശ്വസിക്കണമല്ലോ. ഇതിന്റെ ഉസ്താദിനെ കുറിച്ച് വേറൊരു മുസ്ലിയാര്, ഉസ്താദിന്റെ ശിഷ്യൻ തന്നെ, ഒരു സഖാഫി തന്നെ പറയുന്നുണ്ട്. എന്താണ് കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞത്? ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ അതിനുശേഷം പറയുന്നത് പച്ച കളവായിരിക്കും. അതുകൊണ്ട് ഈ അള്ളാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടറിയ ശബ്ദത്തിൽ പറയുന്നത് കേട്ട് ഇതൊക്കെ സത്യമാണ് എന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. പച്ച നുണയാണ് ഈ മുസ്ലിയാർ വെച്ച് കാച്ചുന്നത്. ഇനി സഹോദരങ്ങളെ, നേരത്തെ മുസ്ലിയാർ പറഞ്ഞ ആ 4-ൽ 3 ആളുകളെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നേരിട്ട് റസൂലുള്ളാഹിനെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നില്ലേ, അതിൽപ്പെട്ട 3 ആളുകളെ കുറിച്ച് ഇപ്പൊ അദ്ദേഹം പറയും. ഒരാൾ 2 തവണ കണ്ടിട്ടുണ്ട്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആളുകൾ മനസ്സിലായിട്ടുണ്ടാവും ആരാണ് എന്ന്. പിന്നെ 2 ഉസ്താദുമാരുണ്ട്, ഒന്ന് ഓക്കെ ഉസ്താദാണ്, ഒന്ന് കണ്ണിയത്ത് ഉസ്താദാണ്, ഒന്ന് കാന്തപുരം ഉസ്താദാണ്. ഒരാളെ പേര് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ 3 ആളിൽ ആരായിരിക്കും 2 തവണ കണ്ടിട്ടുണ്ടാകുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഇദ്ദേഹം തന്നെ അത് പറഞ്ഞു തരും. അത് നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. അപ്പോൾ നബിയെ കാണുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. എന്നല്ലാതെ അതൊരു വലിയ മർത്തബയല്ല, അത് വലിയൊരു കിട്ടലായി മനസ്സിൽ വെക്കണം. നബിയെ കണ്ടത് എല്ലാവരോടും പറയാനും പാടില്ല. മഹാന്മാര് കണ്ടത് പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിൽ ഉപകാരപ്പെട്ട സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി കണ്ടിട്ടുണ്ട്, മഹാന്മാരൊക്കെ കണ്ടിട്ടുണ്ട്, ഓക്കെ ഉസ്താദ് കണ്ടിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ട്, ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട് എന്ന്. ഓക്കെ ഉസ്താദ് കണ്ടിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ട്, ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട് എന്ന്. ഞാനത് ഈ പൊതുവേദിയിലൂടെ പറയുന്നതിന് ഉസ്താദിന് ഇഷ്ടമുണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്നോട് പറയരുതെന്നും പറഞ്ഞിട്ടില്ല, പറയണമെന്നും പറഞ്ഞിട്ടില്ല. അത് പറയൂല മുസ്ലിയാരൊന്നും പറയാൻ നിൽക്കില്ല. നിങ്ങൾ പറഞ്ഞോ എന്നേ പറയൂ. കാരണം മുമ്പ് നിങ്ങൾ ഇതേപോലെ ഒരു പണിയെടുത്തിട്ടുണ്ട്, ഉസ്താദിനെ തന്നെ ഇരുത്തിയിട്ട്. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആ ഉസ്താദ് ഇന്ന് ഈ നിമിഷം വരെ അത് തിരുത്തിയിട്ടുമില്ല. നിങ്ങൾക്കെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ ക്രെഡിറ്റ് ആയി കാണുന്ന ആ മുസ്ലിയാര് നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു എതിർപ്പും പറയില്ല, ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. ഇതൊക്കെ പറയണമെന്ന് പറയുന്ന ആളാണ്. മനസ്സിലായല്ലോ? അന്ന് പറഞ്ഞ എന്താണ്? അള്ളാഹു താല എന്തെങ്കിലും ദുനിയാവിൽ ചെയ്യുകയാണെങ്കിൽ കാന്തപുരം ഉസ്താദ് അറിയാതെ ചെയ്യില്ല. പിന്നീട് അത് വിവാദമായി. നിങ്ങൾ പിന്നെന്താണ് തിരുത്താൻ ശ്രമിച്ചിട്ട് അതിനേക്കാൾ വലിയ പടലൊക്കെ പെട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. ഇനി തുടർന്ന് പറയും, നമുക്കൊന്ന് കേൾക്കാം. എന്നെപ്പറ്റി മത് പറയുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. ഞാനൊന്നിലേക്കും ശ്രദ്ധിക്കാറില്ല എന്നാണ് ശൈഖുന എന്നോട് പറഞ്ഞത്. എന്നല്ലാതെ പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും എത്രയോ ആളുകൾ കണ്ടവർ എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ കൂട്ടുകാരിലുണ്ട്, സ്ത്രീകളിലുണ്ട്, പെൺകുട്ടികളിലുണ്ട്, ചെറുപ്പക്കാരി പെൺകുട്ടികളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ കണ്ണുകൾ നിറഞ്ഞു പോകും. അല്ലാഹ് അത്രയും കൃപയിൽ റസൂലുള്ളാഹി ഓരോ കാര്യങ്ങൾ ദൂരെ കിടക്കുന്നതായി നമുക്ക് തോന്നുന്ന നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിൽക്കുന്ന പോലെ കൃപ കാണിച്ച് ഉറക്കത്തിലും മറ്റും വന്ന് സാമ്പത്തിക ഞെരുക്കങ്ങളെ ഘട്ടത്തിൽ സമാധാനിപ്പിച്ച സംഭവങ്ങൾ എത്രയാണ്. പൈസ കൊടുത്ത ആളുകളെ എനിക്കറിയാം. പൈസ പറയുമ്പോ സങ്കടം നല്ലോണം, പൈസ പറയുമ്പോ നല്ലോണം സങ്കടമാണ് മുസ്ലിയാർക്ക്. ഈ പണിയെടുക്കുന്നതന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ. ഈ പച്ച നുണ വെച്ച് കാച്ചതന്നെ അതിന് വേണ്ടിയാണല്ലോ. ആരുടെ പേരിലാണ് ഇതൊക്കെ പറയുന്നത്? അതാണ് ഗൗരവം. മനസ്സിലായോ? അതാണ് ഗൗരവം. ഈ രീതിയിൽ കളവുകൾ ഇങ്ങനെ വെച്ച് കാച്ചൽ തന്നെ. ആരുടെ പേരിലാ പറയുന്നത് എന്ന ചിന്ത പോലുമില്ല, ഒരു ഉളുപ്പുമില്ലാതെയാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇത് വിശ്വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ട കുറെ വർഗമുണ്ടല്ലോ. ഇനി അദ്ദേഹം വേറൊരു കഥ പറയുന്നുണ്ട്. പ്രവാചകൻ നബിദിനമാഘോഷത്തിന് പെർമിഷൻ കൊടുക്കുന്ന ഒരു കഥ. മനസ്സിലായല്ലോ? നബിദിനമാഘോഷത്തിന് തെളിവാണ്. പ്രവാചകനോട് തന്നെ പോയി പിൽക്കാലത്തുള്ള ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് നബിദിനമാഘോഷവുമായി ബന്ധപ്പെട്ടൊക്കെ. അദ്ദേഹം തന്നെ അത് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ, ഏത് മോശപ്പെട്ടവരെയും തള്ളുകയില്ല, മനസ്സുകൊണ്ട് അറിഞ്ഞ് സ്നേഹിക്കൂ തങ്ങളെ. അങ്ങനെയുള്ള ഒരാള് നമുക്കില്ല രക്ഷപ്പെടുത്താൻ. ഇവിടുന്ന് മരിച്ചു പോണ്ടേ മുഅ്മിനീങ്ങളെ? മരിച്ചു പോകുന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ടേ? ആഖിറത്തിൽ പോകണമെന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ടേ ഉസ്താദേ? എല്ലാ മുസ്ലിയാരെ നിങ്ങൾ ഇതുവരെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല
അങ്ങനെ ഉണ്ട് എങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ അറിയുന്ന ആളുകൾ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം. ഇദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ സകല ആളും കണ്ടിട്ടുണ്ട്. നാടന്മാർ കണ്ടിട്ടുണ്ട്, പിന്നെ പൈസക്കാർ കണ്ടിട്ടുണ്ട്, പാവപ്പെട്ടവൻ കണ്ടിട്ടുണ്ട്, പണക്കാരൻ കണ്ടിട്ടുണ്ട്, സ്ത്രീകൾ കണ്ടിട്ടുണ്ട്, പുരുഷന്മാർ കണ്ടിട്ടുണ്ട്, ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ മുസ്ലിയാർ കണ്ടിട്ടില്ല. എന്നാലോ മുസ്ലിയാർക്ക് മാദിഹുർ റസൂൽ എന്ന പേരും ചാർത്തി കൊടുത്തിട്ടുണ്ട്. വല്ലാത്ത ജാതി. ബാക്കി പറയാം. ഞാൻ നിങ്ങളുടെ തെറ്റുകൾ കാണും, നബി തങ്ങൾ പറയാണ്, നന്മകളും കാണും. നന്മകൾ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. തിന്മകൾ കണ്ടാൽ ഞാൻ ഇസ്തഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ല തേടും. ഞാൻ നിങ്ങളെ വെറുക്കുമെന്ന് കാണുകയില്ല. ഐനുർ റഹ്മത്ത് ഒരു മുഅ്മിനെയും വെറുക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഞാൻ കുറെ സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് കാണുന്നില്ല. തങ്ങൾ എന്നോട് വെറുത്തോ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു നബിയെ മുഖത്തെ എന്റെ തൊട്ട് തടുത്തു എന്നേ ചിന്തിക്കാൻ പാടുള്ളൂ. ആ നബി വല്ലാത്ത കൃപയല്ലേ സഹോദരങ്ങളെ. അള്ളാഹു അവിടുത്തെ മജ്ലിസ് നമ്മൾ ഈ റബീഉൽ അവ്വൽ 1 മുതൽ ഇന്ന് വരെ ഇവരെ അറിഞ്ഞ റബീഉൽ അവ്വൽ തുടക്കം മുതലേ വർണ്ണ ലൈറ്റുകളും ഫ്ലക്സ് ബോർഡുകളും തർഹീബുകളും ഒക്കെ നമ്മൾ ചെയ്യിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അതൊക്കെ അറിയിക്കുമാറാകട്ടെ. അത് റസൂലുള്ളാഹി എല്ലാം അറിയുന്നല്ല പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹിനെ അള്ളാഹു എല്ലാം അറിയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങളെയൊക്കെ വാദപ്രകാരം മഹാന്മാർക്ക് അങ്ങനെ കഴിവുണ്ട്. അള്ളാഹ് കാണുന്നത് പോലെ കാണാൻ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അള്ളാഹു അറിയുന്നത് പോലെ അറിയാൻ, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാൻ, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാനൊക്കെ കഴിവുണ്ട് എന്നാ പറയുന്നത്. ചിത്തടിമീതിൽ അബൂബക്കർക്ക് മാനസിക രോഗിക്ക് വരെ ഉണ്ട് എന്നാ നിങ്ങളുടെ പിന്നെന്താണ് പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളിപ്പോൾ പറയുന്നു നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, മഹാന്മാരായ സഹാബാക്കൾക്കാർക്കുമായി പരിചയമില്ലാത്ത, ഉത്തമ തലമുറപ്പെട്ട ആർക്കും തന്നെ അറിയാത്ത, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത നബിദിനമാഘോഷം എന്ന ആ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഫ്ലക്സ് ഒട്ടിച്ചതും, നിങ്ങൾ ബാനർ തൂക്കിയതും, പള്ളി അലങ്കരിച്ചതും, റോഡുകൾ ബ്ലോക്ക് ആക്കിയതും, അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകനെ തന്നെ വിളിച്ച് ഇസ്തിഹാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചതും, അങ്ങനെ ശിർക്കും കുഫറും കലർന്ന വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നതും ഒക്കെ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. ബാക്കി പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ദർഹൂനി തങ്ങളോട്, മാദാ തഖൂലു ഫി അമലിൽ വലായിം. ദർഹൂനി ചോദിച്ചു. ഇമാം യൂസുഫ് ശാമി തങ്ങൾ സുയൂത്തി ഇമാമിന്റെ ശിഷ്യനും വലിയ പണ്ഡിതനും, 10ലേറെ വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ് സുബുലുൽ ഹുദാ വർ റഷാദ്. ആ കിതാബിൽ പറയുന്നു, യൂസുഫ് ശാമി പറയുന്നു, റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു ദർഹൂനി തങ്ങൾ, മാദാ തഖൂലു ഫി അമലിൽ വലായിം. നബിദിന പ്രോഗ്രാമുകൾ, നബിദിന അന്നദാനങ്ങൾ, ഇതിലൊക്കെ തങ്ങൾ എന്ത് പറയുന്നു നബി? ആദ്യം ചിന്തിച്ച് ചോദിക്കാൻ വെച്ച മനസ്സിൽ വെച്ച ചോദ്യമല്ലാതെ അള്ളാഹു റസൂൽ ചോദിപ്പിക്കുകയാണ്. സമൂഹത്തിൽ ഈ ടൈമിൽ ഇപ്പോൾ ഇത് പറയപ്പെടുകയല്ല, ഇതൊക്കെ നടക്കട്ടെ എന്ന നിലക്ക്. ഇനി ഒരു പുതിയ വഹയൊന്നും വരൂലല്ലോ. സമൂഹത്തിൽ ഇത് എത്തണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ തങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മാദാ തഖൂലു ഫി അമലിൽ വലായിം. ഖാൽ അൽഹംദുലില്ലാഹ്. നബി തങ്ങളെ മറുപടി, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി. എന്റെ ജന്മത്തിൽ ആര് സന്തോഷിച്ചോ അവരെ കാര്യത്തിൽ ഞാനും സന്തോഷിക്കുന്നു. അള്ളാഹുവേ, ഈ പരിപാടികളൊക്കെ അതിനുതകുന്നതാക്കണേ അല്ലാ. നോക്കറോ, എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ചിന്തയിൽ എന്താണ് വന്നത്? ഈ മുസ്ലിയാരെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഒരു ഉളുപ്പുമില്ലാതെ മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ ഇത്രമാത്രം കളവുകൾ പറയാൻ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് ധൈര്യം വന്നു? ഇദ്ദേഹത്തിനെ ആദരിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ഇദ്ദേഹം വരുന്ന സമയത്ത് ഭയങ്കര തക്ബീറൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ആളുകൾ ആദരിച്ചു കൊണ്ടിരുന്നുണ്ട്. ആ കൊണ്ടിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരാൾ എഴുതിയൊരു കമന്റ് ഉണ്ട്. എന്താണ്? ഒരുപാട് കറാമത്തുകൾ CM വലിയുല്ലാഹിയുടേതായി കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പകരക്ക് തന്നെയാണ് എന്തെങ്കിലും അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. സംഘാടകർക്ക് പിഴച്ചില്ല. മനസ്സിലായല്ലോ? എന്നിട്ട് അതിന്റെ അടിയിൽ വേറൊരാൾ, ഒരു വിദ്വാൻ, ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എന്താണ്? ബിഡൽ മെയ്തു സ്വപ്നജീവി. മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ ഇദ്ദേഹത്തെ വലിയ രീതിയിൽ ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ട് നടക്കുകയാണ്. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ച നുണ വെച്ച് കാച്ചുന്ന പുരോഹിതന് ഭയങ്കരമായ ആദരവ് കൊടുക്കുകയാണ്. അദ്ദേഹം ഭയങ്കര ആളാണ് എന്ന് പറയുകയാണ്. മനസ്സിലായല്ലോ? നമ്മൾ ചില വിഷയങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം സഹോദരങ്ങൾ. ഇങ്ങനെ കണ്ട മുസ്ലിയാക്കന്മാരുടെ വായിക്ക് തോന്നിയത് കോതൊക്കെ പാട്ട് എന്ന രീതിയിൽ പാട്ട് പാടുന്നത് കേട്ട് അതങ്ങനെ അണ്ണാക്ക് തൊടാതെ മുണുങ്ങുകയല്ല വേണ്ടത്. മനസ്സിലായി? ഈ രീതിയിലൊക്കെ കളവുകൾ പറയുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. എന്തും പറയാം, ഏത് രീതിയിലും പറയാം. അത് മോങ്ങിയിട്ടും പറയും, ചിരിച്ചിട്ടും പറയും, തൊണ്ട ഇടറിയിട്ടും പറയും. പച്ച നുണകളാണ് ഈ പറയുന്നത്. അഭിനയിക്കുകയാണ്. നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതൊക്കെ. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം.
ഇവരുടെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടല്ലോ. മുടിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇവർ APEK, ആന, ചേന എന്ന് പറഞ്ഞ പന്നിപ്പേറുകളൊക്കെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. ഈ ഗ്രൂപ്പുകളൊക്കെ ഒന്നിക്കാൻ വേണ്ടി ഇവരെന്തുകൊണ്ട് പ്രവാചകനെ സ്വപ്നത്തിൽ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവാചകൻ നേരിട്ട് വരുന്നില്ല? ശംസുലുലമയെ കാണാൻ വേണ്ടി വന്നു, ഒരു സംഭവത്തിൽ വന്ന് സ്റ്റേജിൽ ഇരുന്നു എന്നൊക്കെ മുസ്ലിയാക്കന്മാർ വെച്ച് കാച്ചുന്നുണ്ടല്ലോ ഈ EK സമസ്തക്കാർ. AP സമസ്തക്കാർ കാന്തപുരം 2 തവണ കണ്ടു. ഈ 2 തവണ കണ്ടപ്പോഴും കാന്തപുരം എന്തേ മുസ്ലിം ഐക്യത്തിന് വേണ്ടി സംസാരിച്ചില്ല? അങ്ങനത്തെ ഒരു സംസാരം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പരിപാടിയൊന്നും നടക്കൂല. അതുകൊണ്ട് തന്നെ പറയില്ല. എന്ത് പ്രവാചകനൊന്നും അറിഞ്ഞില്ല? നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ എല്ലാ അനക്കവും തിരിച്ചവും ഒക്കെ പ്രവാചകൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പ്രവാചകൻ ഈ പറയുന്ന ആളുകളെ കണ്ടപ്പോൾ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല? നിഴൽവാദി എന്ന് പറഞ്ഞ് കുൽമാലാക്കുന്നുണ്ടല്ലോ പ്രവാചകന്റെ മുടിയുമായി ബന്ധപ്പെട്ട്. എന്തേ പ്രവാചകന്റെ മുടിയാണ്, അമ്മുച്ചേച്ചിയുടെ മുടിയാണെന്ന് ഈക്കക്കാർ പറയുമ്പോൾ അത് റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറയുന്നു. അത് കത്തിച്ചിട്ട് തെളിയിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ വെല്ലുവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം വരെ നടത്തി, വാക്കുവാദങ്ങൾ നടത്തി, മണ്ഡനങ്ങൾ നടത്തിയ ആളുകൾ എന്തുകൊണ്ട് 2 കൂട്ടരും കൂടി? ഇപ്പോ എന്താണ്, കണ്ണീത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ട്, OK ഉസ്താദ് കണ്ടിട്ടുണ്ട്, കാന്തപുരം ഉസ്താദ് 2 തവണ കണ്ടിട്ടുണ്ട്, ശംസുലുലമാന്റെ സ്റ്റേജിലേക്ക് റസൂലുള്ള വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ കേരളത്തിൽ ഈ തലയ്ക്കെട്ടിട്ട് മൊല്ലാക്കന്മാരുടെ അടുക്കൊക്കെ പ്രവാചകൻ വരുന്നു, പ്രവാചകനുമായി ഭയങ്കര ബന്ധം, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താ നിങ്ങൾ കാണാത്തത്? അതൊന്നും കഥയിൽ ചോദ്യമില്ല എന്നായിരിക്കും മറുപടി. എന്തോ ആകട്ടെ, കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ച മുസ്ലിയാക്കന്മാരോടക്കമുള്ള ആളുകളോട് പറയാനുള്ളത് പരലോകമുണ്ട്. മഹാനായ നമ്മുടെ നേതാവിനെ ഈ രീതിയിൽ നിങ്ങൾ അവഹേളിക്കാനും പരിഹസിക്കാനും ജനങ്ങളുടെ മുന്നിൽ പച്ച നുണകൾ പ്രവാചകന്റെ പേരിൽ വെച്ച് കാച്ചാനും ശ്രമിക്കുമ്പോൾ പരലോകമുണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. പാവപ്പെട്ട ജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന കുബൂരി പുരോഹിതന്മാരോട് ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ചതിയന്മാരെ തിരിച്ചറിയുക, ഈ വഞ്ചകന്മാരെ തിരിച്ചറിയുക. എന്തും പറയാലോ, എന്തു പറയാം. മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും. അതൊക്കെ ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ ഹദീസ് വായിച്ച് പറയുന്നതാണ്. ജനങ്ങളെ കബളിപ്പിക്കാൻ എന്തും പറയാലോ, അല്ലേ? എന്തും പറയാലോ. സഹോദരന്മാരെ, ഇവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സയകൂനു ഫീ ആഖിർ സമാനി, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഉണ്ടാകും ദജ്ജാലൂന, കുറേ ദജ്ജാലുകൾ ഉണ്ടാവും. ഒരു ദജ്ജാല് മാത്രം അല്ല, കുറേ ദജ്ജാലുകൾ ഉണ്ടാവും. ദജ്ജാലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കബളിപ്പിക്കുന്നവർ. അതായത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുന്നവർ എന്നാണ് ദജ്ജാലു എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ദജ്ജാലി എന്ന വാക്കിന്റെ അർത്ഥം സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നവർ എന്നാണ് അർത്ഥം. കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നിയുടെ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.